SDP ജമാഅത്തെ ഇസ്ലാമി വോട്ട് വേണ്ട എന്ന് പറയാതെ പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി എല്ലാവരുടെയും വോട്ട് വേണമെന്നാണ് ന്യായീകരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലും ജനം ടിവിയുടെ ചോദ്യങ്ങൾക്ക് രമേശ് കൃത്യമായ ഉത്തരം പറയാതെ ഒഴിഞ്ഞുമാറി. വർഗീയതയ്ക്കെതിരെയാണ് പോരാട്ടമെന്ന കോൺഗ്രസും UDFും പറയുന്നതിനിടയിലാണ് തെരഞ്ഞെടുപ്പിൽ SDP ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്ന് വെക്കുമോ എന്ന് പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയോട് ജനം TV ചോദിച്ചത്. എന്നാൽ വോട്ട് വേണ്ട എന്ന് പറയാതിരുന്ന പിഷാരടി എല്ലാവരുടെയും വോട്ട് വേണമെന്നും പ്രതികരിച്ചു. നമുക്ക് പാലക്കാട് രാഹുൽ ജയിച്ച സമയത്ത് ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് SDP ആയിരുന്നു. അപ്പോൾ SDP ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ വോട്ട് വേണ്ട എന്ന് പറയുന്നൊരു നിലപാട് സ്വീകരിക്കാൻ രമേശ് പിഷാരടി തയ്യാറാകും. കാരണം വർഗീയതയ്ക്കെതിരെയാണ് പാലക്കാട്ടെ പോരാട്ടം എന്നാണല്ലോ. ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് എന്തോരം പേര് ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടുണ്ട്, കോൺഗ്രസ്സുകാരും നടത്തിയിട്ടുണ്ട്, പാലക്കാട് വോട്ട് ചെയ്ത ആളുകളെല്ലാം നടത്തിയിട്ടുണ്ട്. നമ്മളെങ്ങനെയാണ് ഇതായിരുന്നു ആദ്യം എന്ന് നിശ്ചയിക്കുന്നത്? കോളേജിന് മുന്നിൽ വോട്ടെണ്ണുന്ന സമയത്ത് അവരുടെ കൊടിയൊക്കെ തന്നെ അവര് രാഹുൽ മാങ്കൂട്ടവും അവരുടെ സംഘവും ഒന്നിച്ചിരുന്ന് ആഘോഷിക്കുന്നതും സന്തോഷിക്കുന്നതും നമ്മൾ കണ്ടല്ലോ. പിന്നെ നമ്മൾ ഏതെങ്കിലും അയാളാണ് ആദ്യം സന്തോഷിച്ചത്, ഇയാളാണ് ആദ്യം സന്തോഷിച്ചത് പറയാൻ പറ്റും. നമ്മൾ ആദ്യം, ഞാനിപ്പോഴും പറയുന്നുണ്ടല്ലോ, നമ്മളെല്ലാവരും പ്രാഥമികമായി നമ്മളെല്ലാവരും ആദ്യം മനുഷ്യരാണ്. ഞാൻ എല്ലാവരെയും അങ്ങനെ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നു. ഈ വർഗീയതയ്ക്കെതിരെയാണ് പോരാട്ടം എന്ന് പറയുമ്പോൾ SDP ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് വേണ്ട എന്ന് പറയുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറാവും എന്നുള്ള അതാണ് ചോദ്യം. എല്ലാവരുടെയും ഈ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എല്ലാവരും എൻ്റെ വോട്ടർമാരാണ്. ഞാൻ അവരെ എല്ലാവരെയും മനുഷ്യരായിട്ട് കാണുന്നു. കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതികൾ ഉയർന്നപ്പോൾ തള്ളിപ്പറയാതിരുന്ന രമേശ് പിഷാരടിയുടെ ഇപ്പോഴത്തെ നിലപാട് എന്തെന്ന് ജനം TV ആവർത്തിച്ച് ചോദിച്ചെങ്കിലും പിഷാരടി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ആദ്യം നടന്ന പത്രസമ്മേളനത്തിന് അതിനെക്കുറിച്ച് വളരെ വിശദമായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരേ കാര്യം, ഒരേ ചോദ്യം, ഒരേ ഉത്തരം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിൻ്റെ അതൊരു കുഴപ്പം ഉണ്ട്. അപ്പം അത് കണ്ടാൽ മതി. അതിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു നിങ്ങളുടെ ആളുകളും. അപ്പോൾ അതിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉത്തരം. ഈ രാഹുൽ വിവാദങ്ങളിൽപ്പെട്ട് ഒളിവിലായിരുന്നു കുറച്ചു കാലം. അതുകൊണ്ട് മണ്ഡലത്തിലൊരു MLA ഉണ്ടാവാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ പാലക്കാട്ടുകാർക്ക് അതൊക്കെ വലിയ നാണക്കേട് സൃഷ്ടിച്ചിട്ടുണ്ട്. അത് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയുമോ? അതിനൊക്കെ ഉള്ള ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞതാണ്. നമ്മൾ ഒരേ കാര്യമാണ്. നേരത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ വിജയിച്ചപ്പോൾ SDP ആയിരുന്നു പാലക്കാട് നഗരത്തിൽ വിക്ടോറിയ കോളേജിന് മുന്നിൽ ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത്. കൂടാതെ രാഹുൽ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ചിത്രങ്ങളും അന്ന് പുറത്തു വന്നിരുന്നു. ജനം, പാലക്കാട്.